ഹായ് എല്ലാവർക്കും നമസ്കാരം. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ചിക്കൻ കറി ഇൻഗ്രീഡിയൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമുക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് അതിലുണ്ട് നമുക്ക് ചിക്കൻ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഉള്ളി, ചെറിയുള്ളി, നാരങ്ങ, പിന്നെ പൊടികളെല്ലാം എല്ലാ പൊടികളും, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കിടുക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം അത് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഉപ്പിട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടു, മഞ്ഞപ്പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ട്, മുളക് പൊടി, ഇത്തിരി മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി കുറച്ചിട്ട്, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് അങ്ങോട്ട് നല്ലോണം തിരുമണം. ഓക്കെ ഓക്കെ ഓക്കെ. കൈയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ മാരിനേറ്റ് ചെയ്യും. മതി, സവള മതി, സവള മതി. ഇനി ചെറിയ ഉള്ളി രണ്ടെണ്ണം കൂടെ എടുത്തേക്ക്, 2 പച്ചമുളക് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ ഇതിനെ കത്തിക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. അടുത്ത വെളിച്ചെണ്ണ സവാള വഴറ്റിട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടെ. നീയും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഈണം കിളിതന്നീനം നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ. അപ്പൊ നമ്മുടെ സർപ്രൈസ് ചിക്കൻ കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേടാ? നമ്മുടെ സർപ്രൈസ് ചിക്കൻ കറി. ഇത് ജസ്റ്റ് ചെറുതാക്കണോ വട്ടത്തിലരിയണോ? നീളത്തിലാണ്. ചെറിയുള്ളി ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ അത് വിചാരിച്ചാൽ അത് രണ്ടും കൂടെ കിടക്കട്ടെ. രണ്ടെണ്ണം നീളം. അത് തന്നെ. എന്നിട്ട് രണ്ടാക്കിക്കോ, നീളത്തിലാക്കിയിട്ട്. അങ്ങനെ മുളകും തക്കാളിയും തക്കാളി ഒടിക്കട്ടെ, പച്ചമുളകും കൂടി ഇട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇടാനുള്ള സമയമായി. നമുക്ക് വളരെ കുറച്ച് ഇത്രയല്ലേ ഉള്ളൂ, ഒരു അര കിലോ ചിക്കനല്ലേ ഉള്ളത് അല്ലേ? ഇത് പച്ചമുളക് നമ്മൾ 2 അല്ലേ ഇട്ടത് അല്ലേ? ഒരു അധികം മുളകും വേണ്ട, കുറച്ച് അതിൻ്റെ ഇട്ടിട്ടില്ലേ നമ്മള്? കുരുമുളകും ഇത്തിരി ഇട്ടിട്ടുണ്ട് അല്ലേ? ഇത് ഗരം മസാല. നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് വേണം പൊടി ഇത്തിരി. ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ ചിക്കൻ ഇടും. ചിക്കനിലുള്ള വെള്ളം എന്നിട്ട് വെള്ളം ഒഴിക്കണം. നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ആവണം. സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാലേ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇത് പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്യണാണല്ലോ. അപ്പൊ ഒരു മനസ്സിൽ അയ്യോ ഇതൊരു ആങ്സൈറ്റി, നമ്മുടെ കൂട്ടൊക്കെ ശരിയാവോ, ടേസ്റ്റ് ഉണ്ടാവോ? അതെ. അപ്പൊ കൂടെ നിൽക്കുന്നവരെല്ലാം പുലികളാണ്. അമ്മ ഇവിടെ പുലികളുടെ ചേച്ചി, അമ്മ എല്ലാവരും ഇവരെ പറയാൻ പറ്റില്ല. ഇവരും പൊളിയായി തുടങ്ങി. അതെ, അവരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഓക്കെ. ഞാൻ ചെയ്യാം ചിക്കനേ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് തട്ടാം. ഓക്കെ, പിടിച്ച്. വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇത്ര മതിയല്ലോ? എല്ലാം മതി. നമ്മളേ കുറച്ച് ഒരു കലാശക്കുട്ടിലോട്ട് ഉള്ള ഒരു പോക്കടാ. ഇല്ല, ഇനി വേവണം.
അല്ല അതൊക്കെ ബാക്കി ഇനി ഇല്ല ഇനി ലാസ്റ്റ് കടുക് പൊട്ടിക്കാം നമുക്കതൊരു വേറെ രീതിയിൽ ചെയ്യാം. അതുണ്ടല്ലേ ഇനി പറഞ്ഞ പോലെ. ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്തയും കൂടെ ഉണ്ട്, ഞങ്ങൾ വിചാരിച്ചു കടുകും കൂടി പൊട്ടിച്ചേക്കാന്നു. ഓക്കെ, നമുക്ക് ചിക്കൻ വിളമ്പാനായിട്ട് ഒരു പാത്രത്തിന്റെ ചിക്കൻ നോക്ക് എന്തോ നോക്ക് എന്തില്ലേ. മാറിക്ക്. ക്ലൈമാക്സ് പരിപാടിയാണ്. കടുക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. അല്ലേ ദിവ്യ 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 നോക്കണം, നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ വേണ്ടി എല്ലാ പ്രാവശ്യം ഫസ്റ്റ് കൊണ്ടുപോകുന്ന ആളാണ്. ബ്ലാക്കും ഒരേപോലെ ചാൻസ് ഇല്ല. ക്രിസ്ത്യാനിന്റെ ടേസ്റ്റ് വേറെ അല്ലേ. ലൈറ്റ് കൊള്ളൂലെന്ന്. കിട്ടുന്ന ഇൻഗ്രീഡിയൻസിന്റെ അല്ലേ വ്യത്യാസം പോലെ ഉണ്ടാവും. കൊള്ളാമോ? നിന്റെ കറി ഞാൻ മോഷ്ടിച്ചതാ. അതെ അതെ, ദിവ്യ സ്പെഷ്യൽ ചിക്കൻ കറി. ടേസ്റ്റ് ഉണ്ടാ? വാവ്. ഓക്കെ, സെറ്റ് അല്ലേ? നിങ്ങളുടെ കഴിഞ്ഞ നല്ല ചൂട് ചോറ് കിട്ടുന്നെങ്കിൽ നല്ല ചുമന്നരിടാ മുളക് കിട്ടും അല്ലേ? പറ്റുമുളക് അതിന്റെ ആ ഒരു നന്നായിട്ട് ചിക്കൻ കറി വെക്കുന്നോളെ. എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. അവളെ ഒരു ദിവസം വിട്ടപ്പോ അവക്കല്ലേ ഫസ്റ്റ് കിട്ടിയത് ഓർമ്മയില്ലേ? ചിക്കൻ കറി ചിക്കൻ കറി വെക്കാൻ അറിയാം. എല്ലാവർക്കും ഫസ്റ്റ് കിട്ടാം. അതെ, എല്ലാവർക്കും ഫസ്റ്റ് അല്ല, എല്ലാവർക്കും ഒരുപോലെ സാധനം തന്നെ, എല്ലാവർക്കും ഒരുപോലെ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ചിക്കൻ, ഞങ്ങൾക്ക് സർപ്രൈസ് ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ ഒരു കുറച്ച് റോസ്റ്റ് പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് ഞങ്ങളൊന്ന് കടുകും പൊട്ടിച്ചു. ഓക്കെ, ഇനിയിപ്പോ ബാക്കിയെല്ലാം നമ്മുടെ ആൾക്കാർ കഴിച്ചിട്ട് പറയട്ടല്ലേ. ഞങ്ങൾ എന്തായാലും നല്ലൊരു ടേസ്റ്റിന് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇനി അതല്ലല്ലോ മുഖ്യം, നിങ്ങൾ കഴിച്ചിട്ട് പറയുക. അതെ. അപ്പൊ നമ്മുടെ ചിക്കൻ ഒരു കാര്യം, ഇത് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കാര്യം കൂടി ഉണ്ട്. അത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണം. കുറേയൊക്കെ കമന്റ്സ് കിട്ടിയായിരുന്നു. ചേച്ചി ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഹെൽത്തി ചിക്കൻ സാലഡ്, അത് ഞാൻ ലുലു ചെന്നപ്പോൾ അവിടെ ഇതുപോലെ ഒരു ഫാമിലി കണ്ടപ്പോൾ പറഞ്ഞു, അത് കണ്ട് അവര് ചെയ്തു. പിന്നെ ഡേറ്റ്സും മറ്റേ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര വൈറലായിട്ടാ. താങ്ക് യു കേട്ടോ, ഒരുപാട് സന്തോഷം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഐറ്റംസും നിങ്ങൾ പരീക്ഷിച്ചു, അതിന്റെ റെസ്പോൺസും കൂടി കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ബീനച്ചി വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ചേച്ചി നവീൻ, യാതൊരു അവകാശവാദങ്ങളുമില്ല. തേങ്ങയില്ല, തേങ്ങാപ്പാലില്ല, തേങ്ങാ കൊത്തില്ല. ചിക്കൻ ഉണ്ട്, നല്ല രുചിയേറിയ ചിക്കൻ ഉണ്ട്. അവര് പറയട്ടെ, അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേരെന്ന് പറയാമോ? ആക്ച്വലി റോസ്റ്റ് പോലെ ചെയ്തിരിക്കുന്നത്. പക്ഷെ വറുത്തിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വെറുതെ ഇത് തന്നെ ഗ്രേവി കുറച്ചെടുക്കുമ്പോൾ ഞാൻ റോസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യില്ല. അതിൽ തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ ചിലപ്പോൾ. അപ്പൊ ഇത് പക്ഷേ കറിയല്ല, കറിയാകുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി വേണമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പെരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പക്ഷേ കടുക് പൊട്ടിച്ചു. അതാണ് എനിക്ക് തോന്നുന്നു ചിക്കൻ കറി ഫുള്ള് മുകളിൽ കടുക. ഉള്ളിലൊന്നും കടുകൊന്നുമില്ല, മുകളിൽ 2-3 കടുക്.
മസാല അറിയാം. താങ്ക് യു. സ്പൈസി അധികമില്ല, കറക്റ്റ് മസാല, കുഴപ്പമില്ല. കറക്റ്റ്. താങ്ക് യു. കുഴപ്പമില്ല, തരക്കേടില്ല. നീ എന്നോട് കഴിച്ചത് അറിയില്ലല്ലേ? അവിടെ പോയി ഇരിക്കാം.